പറയട്ടെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ അലമ്പൊന്നും കണ്ടിട്ട് പേടിക്കണ്ട. ഇപ്പോൾ ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന്റെ ഡേ എല്ലാവർക്കും വർക്കിംഗ് ഡേ അല്ല, ക്രിസ്മസ് വർക്കിംഗ് ഡേ അല്ലല്ലോ, അല്ല ക്രിസ്മസിന്റെ ആ ദിവസം എല്ലാവരും കിട്ടൂല. കാരണം ക്രിസ്മസിന്റെ സെലിബ്രേഷൻ, ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ അതിനു മുന്നേ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് വീട്ടിൽ. എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബഹളമാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മുടി കേൾ ചെയ്തു ഗൈസ്. ഞാൻ കേൾ ചെയ്യുന്ന ഹെയർ കളർ വാങ്ങിയിട്ട് കുറേ ആയി, പക്ഷെ ഇതുവരെ ഞാൻ എൻ്റെ ഹെയർ കേൾ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കേൾ ചെയ്ത് നോക്കുന്നത്. ഇതെന്താ മോളെ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് സെറ്റപ്പ് ആകുന്നു. പുതിയ ബ്യൂട്ടീഷ്യനാ. എല്ലാരും മുടിയുണ്ടില്ല, കേള് പ്രേതം. ഞാൻ മാറ്റട്ടെ ആദ്യം. എങ്ങനെ എടുക്കണ്ടേ? ഒരു മണി ആവാനായി. ഇനിയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് സത്യപ്രതിജ്ഞ ഉള്ളതാണ്. അപ്പൊ ബ്ലോക്ക് വരും, റോഡ് ബ്ലോക്ക് ആവും. എന്തു വെറുതെ കണ്ടകടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ഇല്ലാവുന്നുണ്ട് ഓരോന്ന്. ഇത്ര ഉണ്ടായിരുന്നു, അവർക്ക് മനസ്സിലായില്ല ഒന്നത് ക്ലാസ്. ഗൈസ്, ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി ക്ലാസ്സിലെ ഈ വൈനൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ടൈപ്പ് കുഞ്ഞു ഗ്ലാസ്, അതും തപ്പി വന്നതാണ്. സത്യം പറഞ്ഞാൽ പിക്നിക് എന്നുള്ള തീം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിന്നൊന്നും എടുത്തില്ല. മണ്ടത്തരായിപ്പോയി. പിന്നെ ഇവിടെ മുക്കത്തെത്തിയിട്ടാണ് ചിന്തിക്കുന്നത്. അതെ, പച്ചയോ? ആ ശരിയല്ലേ. ആ ക്രിസ്മസ് മുഴങ്ങുന്നുണ്ട്. പലതരം ക്രിസ്മസ്. ഇതെങ്ങനെയാ പെർ പീസ്? ഒന്നില്ലേ? ഇത് 20. ഗൈസ്, ഞങ്ങൾ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പന്നിക്കോട് പോയിട്ട് കുറേ പച്ച പുല്ല് വിതച്ച മൈതാനം പോലത്തെ സ്ഥലമാണ്. അവിടെ പോയി എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം നല്ല വെയിലുണ്ടാവും, അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. പിന്നെ അതിന് പറ്റിയ നല്ലൊരു സ്ഥലവും കാണുന്നില്ല. അവസാനം ഞങ്ങൾ വീട്ടിൽ തന്നെ പോയിട്ട് വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അതാണ് പ്ലാന്. അത് ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും ചിക്കൻ മന്തി, ഞാൻ മാത്രം ഗൈസ്. എനിക്ക് മാത്രം വെജ് മീല്, ഓർക്കൊക്കെ മന്തി. എനിക്ക് നോമ്പാണ് ഗൈസ്, നോമ്പ്. എന്താ ഐശ്വര്യ? ഞങ്ങള് പല പല ഫാഷനാണ് ഗൈസ്. ഏട്ടല്ലേ, ഓള് കുറച്ച് മുടി നീട്ടും, പിന്നെ കുറച്ച് ചുരുട്ടും, പിന്നെയും നീട്ടും, പിന്നെയും ചുരുട്ടും. ഇപ്പൊ അതാ നീട്ടിയ മുടി ചുരുട്ടിയാണ്. തിരക്ക് വിമോക്ക്. ജോസ് അവിടെ ആരും മന്തി കഴിക്കൂല. അവർക്ക് മന്തി വന്നു കഴിച്ചു. മന്തി പെരിപ്പി.
ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വേഗം ചാപ്പിട്ടോ, അല്ലെങ്കിൽ ഇതുവരെ ചാപ്പിട്ടതെല്ലാം സൂപ്പാക്കി പുറത്തു വരുത്തും. നല്ല ബുദ്ധിയല്ലേ? ഇവിടെ പോത്തും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പന്നിക്കോട്. നട്ട വെയിലത്ത് ഞങ്ങളല്ലാതെ വേറെ ആരും ഇങ്ങോട്ട് വരുന്നു. പോത്തുകൾ ഈ കൂട്ടത്തിൽ ആർക്കാ നല്ല വൃത്തിക്ക് ബലൂണ് നിർപ്പിക്കാൻ അറിയണവര്? ഞാൻ പഠിപ്പിക്കാം. നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഇവിടെ ഇരിക്കടി, ഇവിടെ കുറച്ചുകൂടെ വെയില് കുറവുണ്ടല്ലേ? പന്നിക്കോട്ട് വന്നിട്ട് കാട്ടിനുണ്ട് കയറാൻ. എന്റെ മക്കളെ എന്താ വെയില് എന്നറിയോ? കിടില വെയില്. ഇവിടെ പുൽക്കൂടിനുള്ള പുല്ല്. ഗൈസ്, മുടി ചുരുട്ടി വന്നതൊക്കെ പോയി. കുറച്ചുണ്ട്. എന്തിനാ കഷ്ടപ്പെട്ടെന്ന് ആർക്കറിയാം. എനിക്കറിയില്ല വീർപ്പിക്കാൻ. ആ വിമോൾ, ഇവളുടെ പേര് അഞ്ജലി എന്നാ, പക്ഷെ ഞങ്ങള് വീമോൾ എന്നാ വിളിക്കട്ടോ. നിങ്ങളും വീമോൾ എന്ന് വിളിച്ചാൽ അഞ്ജലി ബുദ്ധി എന്തോ ഞാൻ കേട്ടില്ല. സമയത്ത് പൊട്ടിയാലാ പ്രശ്നം വരിക. ആ അത്രയും മതി. ഓവർ വലുതാക്കണ്ട. അതിലും നോട്ടെ. കാറ്റ് ഒഴിവാക്കട്ടെ. ആ ഞാൻ വീർപ്പിച്ചു ഗൈസ്, വീർപ്പിച്ചു. ഐശ്വര്യ രതിബി ഇവിടെ ഇരിക്കുക. എന്റെ കയ്യില് വൈൻ ബോട്ടിലും പിടിക്കുക, എന്റെ കയ്യില് പ്ലം കേക്കും പിടിക്കുക. പക്ഷെ നിങ്ങളെ ഭാഗം ബ്ലർ ആയിരിക്കും. വീമോളുടെ കയ്യില് ബലൂൺ ഇങ്ങനെ ബാക്കിൽ പിടിച്ചിട്ട് വീമോൾ ഇങ്ങോട്ട് നടന്നു വരുന്ന പോലെ. അപ്പൊ ബാക്കിന്ന് ആ ബലൂണിന് ഇത് കൊടുക്കുന്ന രീതിയിൽ ഞാനൊരു പിക്ക് എടുക്കും. എന്തായാലും ആടെ ഇരിക്കുക, ആ തിണ്ടുമ്മലിരിക്കേ അവിടെ. ആ ഇവിടെ പച്ചച്ചാണകം മാത്രല്ല, അല്ല ഇവിടെ ഉണങ്ങിയ ചാണകം മാത്രല്ല, പച്ചച്ചാണകം ഉണ്ട്. കാലൊന്നും കാണുന്നില്ല. ആ കാണണ്ട, അതാ നല്ലത്. ഓക്കെ, ഇവിടെ ഇരിക്കും, ഇനി നമുക്ക് എടുക്കാം. ഓ സൂപ്പർ. ഞാൻ ഞാൻ അപ്പൂപ്പരും കൂടെ അതിന്റെ മണ്ടയ്ക്ക് അവിടെ ഉണ്ടോ? സെറ്റാവാണ്ടോ? ഇത് സമയം നോക്കി വീട്ടിൽ പോണ്ട. എടി അവിടെ വെച്ചൂടെ, അതിന്റെ മുകളില് ഷീറ്റിന്റെ മുകളിൽ വെച്ച്. എടി ഒരു കാര്യം ചെയ്യ്, അക്ക ഒഴിവാക്ക്. ഇത് ഒരാളാടെ ഇരുന്നിട്ട് വിമോള് ഇരിക്കാടെ, എന്നിട്ട് ആ തുറന്നിട്ട് കയ്യിൽ പിടിക്ക്. ആ തൊപ്പി വെക്ക്. നല്ല രസമുണ്ട് രാവിലെ. പൊളിക്കാൻ പറഞ്ഞു. അഞ്ജലി പറഞ്ഞു കത്രികയില്ല, കത്തിയും ഇല്ല. പേടിക്കണ്ടടി, വ്ളോഗിലുണ്ട് നമ്മളിതൊക്കെ ചെയ്തേണ്. അത്രേ ഉള്ളൂ. മറ്റേത് മതിയായിരുന്നു, അതിനാണ് പൂവൊക്കെ ഉണ്ട്. അത് പൊളിക്ക്. അല്ല ഒരു ലോഡ് ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന് കൊണ്ടാ നോക്കട്ടെ. തൊപ്പി എന്റെ കയ്യിൽ പിടിക്ക്. എന്ത് കയ്യിൽ പിടിക്ക്?
എന്താ പിടിക്കണ്ടേ? കേക്ക് കയ്യിൽ പിടിക്കും. കേക്ക് അവിടെ കൊണ്ടങ്ങോട്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടാള് കൈ അടിക്കണ പോലെ ഇങ്ങനെ കേക്കിലേക്ക് നോക്കണേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഒപ്പനയോ വിമോക്ക് പണിയില്ല, ഞങ്ങൾക്ക് പണി. കൈ അടിച്ചു വിടുന്നു. അങ്ങനെ നോക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. തിരിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇങ്ങോട്ട് വാരവാ. വിമോള് കണ്ടില്ല. കണ്ണു നോക്കാൻ പറ്റുന്ന ഫ്രഞ്ചറിയോടൊപ്പം ഐശ്വര്യ. നല്ലോണം ചിരിക്കട്ട് വേണം ചേച്ചി. വേണം വേണമെന്ന് വെച്ചിരിക്കൂ. മുടി ഇങ്ങനെ ഓള് ചിരിക്കുന്നുണ്ട്. ഓള് വേണം വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആക്ക്. എടി നിങ്ങൾ എന്തേ പറഞ്ഞ് ശരിക്കിട്ടോ. ഒരു മടിയിലും വെച്ച് ഞാനൊന്നോട്ടെ. അയ്യോ എനിക്ക് പോവാ. ആൾക്കാര് ബാക്കിലാളാ. മൺമസ്കി ചായ വേണോ? ഐശ്വര്യ ചാണകം ചവിട്ടി ഗേസ് പാക്കപ്പായി. ഗേസ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ്. ഫോട്ടോസ് എടുത്ത് വൈകുന്നേരം 4:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തണം. കാരണം ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട് കുട്ടേട്ടനും വർഷി ഞങ്ങൾ 4 പേരും കൂടെ ബബ്ബബ മൂവിക്ക് എൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഓൾറെഡി 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഏട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരുടെ ലഗേജൊക്കെ എടുത്തിട്ട് സാധന സാമഗ്രികൾ എടുത്തിട്ട് അവർ വേഗം ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങി. ഞങ്ങൾ നേരെ മൂവിക്കും പോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് 8-10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും പടം കാണാൻ പറ്റി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മൂവിയായിരുന്നു. മുക്കത്തുനിന്ന് സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കൂളിമാട് പോയി. അതും പായസം കുടിക്കാൻ. പായസം അതെ. നേരത്തെ ഉണ്ടല്ലോ. നേരത്തെ വെയില് തീർത്ത് പോലും ചെയ്യാല്ല. മറ്റേ പിടിച്ചു നോക്ക്. ഇത് കൂളിമാട് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇവരെ കൂടെ വന്നപ്പോൾ കഴിച്ചിട്ട് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇതിനായിട്ട് വന്നത് അങ്ങോട്ടേക്ക്. ഇവിടെ ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ് ഉണ്ടാവുക. കൂളിമാടുള്ള ഈ അബൂക്കേൻ്റെ ചായക്കടൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പായസത്തിൻ്റെ സ്പോട്ട് വരുന്നത്. പിന്നെ പായസം കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.